PostgreSQL Programming Lab. Dear students, today we will discuss about the program create a procedure to print Fibonacci numbers up to a limit. The limit is passed as an argument. So Fibonacci numbers print ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് പ്രിന്റ് ചെയ്യുന്നത് ഒരു പ്രൊസീജിയർ ഓറിയന്റഡ് ലാംഗ്വേജിലാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. മാത്രമല്ല ആ പ്രിന്റ് ചെയ്യാനുള്ള ഒരു നമ്പർ ആർഗ്യുമെന്റ് പാസ് ചെയ്യണം. ആ ലിമിറ്റ് എൻ്റർ ചെയ്യാനുള്ള ലിമിറ്റ് ഒരു ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുക. സോ ഫംഗ്ഷനിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ പ്രൊസീജിയർ ഓറിയന്റഡ് ലാംഗ്വേജ് നമുക്കറിയാം, സാധാരണ SQL അല്ലെങ്കിൽ ഒറാക്കിൾ ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്നത് PostgreSQL എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് വർക്ക് ചെയ്യുന്നത്. കാരണം പുതിയ സിലബസിൽ ഇതാണുള്ളത് PostgreSQL. ഇപ്പോൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, PostgreSQL ചെയ്യാം. സോ ഒരു പ്രൊസീജിയർ ലാംഗ്വേജ് അതിനെ നമുക്ക് പറയാം PGSQL, പ്രൊസീജിയർ ലാംഗ്വേജ് ഇൻ PostgreSQL, അതാണ് PLSQL എന്ന് പറയുന്നത്. നോക്കാം ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മുടെ പ്രോഗ്രാമിൽ SQL ഷെൽ എടുക്കാം, PSQL PostgreSQLന്റെ ഷെൽ കൺസെപ്റ്റ് എടുക്കാം. ഇവിടെയാണ് നമുക്ക് ടൈപ്പ് ചെയ്യുക. ഇവിടെ സർവർ ലോക്കൽ ഹോസ്റ്റ് ആണ് ബൈ ഡിഫോൾട്ട് അവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല, ഡിഫോൾട്ട് വാല്യൂ ഏതാണോ അത് തന്നെ പ്രിന്റ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഡാറ്റാബേസ് പോസ്റ്റ്ഗ്രസ് ആണ്. ബൈ ഡിഫോൾട്ട് പോർട്ട് നമ്പർ 5433. ദെൻ യൂസർ നെയിം പോസ്റ്റ്ഗ്രസ് ആണ്. അതിന്റെ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്യാം. പാസ്വേഡ് ടൈപ്പ് ചെയ്തു. ദെൻ ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോംപ്റ്റ് കറക്റ്റ് ആയിട്ട് വന്നത്. ഇവിടെയാണ് നമ്മൾ പ്രൊസീജിയർ ടൈപ്പ് ചെയ്യേണ്ടത്. പ്രൊസീജിയർ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് വീണ്ടും അതെല്ലാം ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എഡിറ്റർ ഉപയോഗിക്കാം. ആ എഡിറ്ററിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു എഡിറ്റർ Notepad++ ആണ്. അതിലാണ് കോഡ് എഴുതിയുള്ളത്. ജസ്റ്റ് അവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ആ ഒരു പോർഷൻ മാത്രം നമുക്ക് എഡിറ്ററിൽ പോയിട്ട് ശരിയാക്കാൻ പറ്റും. Notepad++. ക്രിയേറ്റ് ഓർ റീപ്ലേസ് ഫംഗ്ഷൻ ഫിബോ int റിട്ടേൺസ് ടെക്സ്റ്റ് ആസ്. ഇതാണ് അതിന്റെ ഫസ്റ്റ് സെന്റൻസ്. ദാറ്റ് ഈസ് ക്രിയേറ്റ് റീപ്ലേസ് ഫംഗ്ഷൻ. ഇത് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണല്ലോ. ഫിബോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടു അതിൽ പാസ് ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റ് ഇന്റിജർ വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. പിന്നെ റിട്ടേൺസ് ടെക്സ്റ്റ്, ഒരു ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും ചെയ്യും. ഓക്കെ, നോക്കാം. ഡിക്ലെയർ, ഇവിടെ ഒരു സിംഗിൾ കോട്ട് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ കോട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും, ലാസ്റ്റ് എൻഡ് ചെയ്യും. ഇതുവരെയുള്ള കണ്ടന്റുകളാണ് അതിന്റെ ഉള്ളിൽ എഴുതേണ്ടത്. ഇതിന് ബേസിക് സ്ട്രക്ചർ ആണ് ഇതുപോലെ. കാരണം ക്രിയേറ്റ് ഓർ റീപ്ലേസ്, സിംഗിൾ കോട്ട്, ലാസ്റ്റ് സിംഗിൾ കോട്ട് ക്ലോസ് ചെയ്യുക. അതിന്റെ ഇടയ്ക്ക് ഡിക്ലെയർ എന്നൊരു പോർഷൻ, ബിഗിൻ എന്ന വേറൊരു പോർഷൻ, ദെൻ അത് എൻഡ് ചെയ്യുകയും ചെയ്യാം. ഇതാണ് അതിന്റെ ബേസിക് സ്ട്രക്ചർ. ദെൻ ഡിക്ലെയർ, ഈ ഡിക്ലെയറിന്റെ ഒരു കണ്ടന്റ് നോക്കിയേ. ഇവിടെ ഇന്റ് എ ഇസ് ഈക്വൽ ടു എ വാല്യൂ ഇന്റിജർ ആണ്, അത് 0 ആക്കി സെറ്റ് ചെയ്തു. ബി സെക്കൻഡ് വാല്യൂ ആണ്, അത് 1 ആക്കി സെറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് വാല്യൂ 0, സെക്കൻഡ് വാല്യൂ 1. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള നമുക്ക് ഓരോന്ന് 1 by 1 ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് 2 വാല്യൂസ് നമുക്ക് ആക്സസ് ചെയ്യണം. ആ ഫസ്റ്റ് 2 വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു, ഇനീഷ്യലൈസേഷൻ എൻ്റർ ചെയ്ത് കൊടുത്തു. നമുക്കറിയാലല്ലേ എങ്ങനെയാണ് ഫിബൊനാച്ചി നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുന്നുള്ളത്. ആ ഫിബൊനാച്ചി സീരീസ് പ്രിന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വാല്യൂ 0, സെക്കൻഡ് വാല്യൂ 1, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും. 0 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് 1. പിന്നെ തൊട്ട് പ്രീവിയസ് കറന്റ് വാല്യൂ പ്രീവിയസ് വാല്യൂ ആഡ് ചെയ്യാം, ദാറ്റ് ഈസ് 1 1 ആഡ് ചെയ്താൽ 2 കിട്ടും. ദെൻ 2 1 3, 3 2 5, 5 3 8. ആ രൂപത്തിൽ അങ്ങനെ സീരീസ് പോയിക്കൊണ്ടിരിക്കും. സോ സി ഇത് സ്റ്റോർ ചെയ്യാൻ തേർഡ് വാല്യൂ വേണമല്ലോ, ദാറ്റ് ഈസ് സി ഒരു ഇന്റിജർ വേരിയബിൾ ആണ്. അത് ഇത് ആഡ് ചെയ്തിട്ട് വരുന്ന വാല്യൂസ് ആണ്. നമുക്കത് ആഡ് ചെയ്യുന്ന പ്രോഗ്രാം ഇവിടെ ചെയ്യാം. ദെൻ അത് പ്രിന്റ് ചെയ്യണം, കംപ്ലീറ്റ് നമുക്ക് റീഡ് ചെയ്യണം. കാരണം ഇവിടെ ഒരു ഇന്റ് എന്നൊരു വേരിയബിൾ ഉണ്ട്. സോ ഇതൊരു പാസ് ചെയ്യണം ആർഗ്യുമെന്റ്. ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യാൻ പറഞ്ഞിട്ട് ലിമിറ്റ് എന്നുള്ളത്. ആ ലിമിറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ n എന്നൊരു വേരിയബിൾ കൊടുത്തിട്ടുള്ളത്. n alias for $1. ഇത് യൂസ് ചെയ്യുന്നത് ഇതൊരു PostgreSQLന്റെ സിന്റാക്സ് ആണ്. നമുക്ക് സാധാരണ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അതിന്റെ ഇന്റർഫേസ് യൂസ് ചെയ്യുന്ന സിന്റാക്സുകൾ ഉണ്ട്. ഇത് ബേസിക് സിന്റാക്സ് കറക്റ്റ് ആയിരിക്കും. കാരണം എങ്ങനെയാണ് ഈ ഒരു ഫിബൊനാച്ചി സീരീസ് കാണുന്നത്, സിയിലായാലും CPP-യിലായാലും ജാവയിലായാലും സെയിം കോഡായിരിക്കും. കണ്ടോ, C is equal to A plus B, A is equal to B, B is equal to C. ഈ കൺസെപ്റ്റ് സെയിം ആയിരിക്കും ലൂപ്പിൽ എൻ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിന്റാക്സ്, ഐഡിയയിൽ വരുന്ന ഈ സിന്റാക്സ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് സിയിലാവുമ്പോൾ printf scanf വരും, അതുപോലെ CPP-യിലാകുമ്പോൾ C out C in വരും അല്ലെ. ആ ഒരു ബേസിക് രൂപത്തിലാണ് അറേഞ്ച് ചെയ്ത് വരിക. അപ്പൊ അങ്ങനെയുള്ള കൺസെപ്റ്റ് ഒക്കെ ഇവിടെയും വരും. അപ്പൊ ഇവിടെ ഒരു നമ്പർ, ഒരു വേരിയബിൾ ഇനീഷ്യലൈസേഷൻ അല്ലെങ്കിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇതുപോലെ ഈ ഇന്റിജർ എന്ന് പറഞ്ഞ വേരിയബിൾ, ഈ ഒരു ആർഗ്യുമെന്റ്, ആ ആർഗ്യുമെന്റിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് n alias for $1. ഇവിടെ ഇന്റ് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് വേറൊരു ഇന്റ് ഉണ്ടെങ്കിലോ രണ്ട് വേരിയബിൾ പാസ് ചെയ്യണം അല്ലെ. രണ്ട് നമ്പർ ആഡ് ചെയ്യാൻ അങ്ങനെ ചെയ്യാറ് ഇന്റ് ഇന്റ് കൊടുക്കും. അപ്പൊ അവിടെ a alias for $1, അതുപോലെ b alias for $2. അങ്ങനെ രണ്ടാം ഫസ്റ്റ് വേരിയബിൾ എയും സെക്കൻഡ് വേരിയബിൾ ബിയും ആ രൂപത്തിലാണ് അറേഞ്ച് ചെയ്യുക. ഇവിടെ ഒരേ ഒരു വേരിയബിൾ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊടുത്തുള്ളത് n alias for $1. $1 എന്ന് പറഞ്ഞാൽ ഇവിടെ പാസ് ചെയ്യുന്ന വേരിയബിൾ ഏതാണോ, ഒരു ആർഗ്യുമെന്റ് ഏതാണോ, ആ ആർഗ്യുമെന്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് $1 കൊടുത്ത്.
ഡോളർ സിമ്പിൾ 2 എന്ന് കൊടുത്താൽ എന്തായിരിക്കും രണ്ടാമത് ഈ പാസ് ചെയ്യുന്ന വാല്യൂ. രണ്ടാമത് പാസ് ചെയ്യുന്ന വാല്യൂ ഇവിടെ ഇല്ലല്ലോ, സിഗ്നൽ 1 ഉള്ളൂ, അതുകൊണ്ടാണ് 1 തന്നെ കൊടുത്തുള്ളത്. ഇനി പ്രോഗ്രാം നോക്കിയാൽ ബിഗിൻ. ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ റൈസ് നോട്ടീസ് ഇത് യൂസ് ചെയ്യുന്നത് പ്രിന്റ് യൂണിറ്റ് കേട്ടോ. ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യൂലേ, ആ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രിന്റ് ഓഫ് കൊടുക്കല സീല്, അതിന് ഈക്വലാണ് റൈസ് നോട്ടീസ് എന്ന് പറയുന്നത്. ദെൻ പ്രിന്റ് ചെയ്യുമ്പോൾ ഡബിൾ കോട്ട്സ് കൊടുക്കാറില്ലേ, ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ. ഇത് ഡബിൾ കോട്ട്സ് അല്ല, ഇത് സിംഗിൾ കോട്ടാണ്. സിംഗിൾ കോട്ട് 2 തവണ കൊടുത്താണ്. ഓക്കെ, ഇവിടെ സിംഗിൾ കോട്ട് ഉണ്ട്, ഈ സിംഗിൾ കോട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പൊ ഇവിടെ ഒരു സിംഗിൾ കോട്ട് കൊടുത്താൽ അത് ഈ മുകളിലത്തത് ക്ലോസ് ചെയ്യുന്നതിന് ഈക്വൽ ആവും. സിംഗിൾ കോട്ട് 2 ടൈംസ് എൻ്റർ ചെയ്താണ്. സോ ഇത് ദ ഫിബൊനാച്ചി സീരീസ് എന്നാണ് അവിടെ പ്രിന്റ് ചെയ്ത് വരും. അതിനുശേഷം 1 by 1 ആയിട്ട് സീരീസ് പ്രിന്റ് ചെയ്യണം. അതാണ് ലൂപ്പ് കൊടുത്ത് ഫോർ എ ലെസ് ദാൻ ഈസ് ഈക്വൽ ടു എൻ അല്ലെ. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ ലെസ് ദാൻ ഈക്വൽ ടു എൻ ആയിരിക്കും, എൻ വരെ ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. ആ വാല്യൂസ് ആണ് ലൂപ്പ്. റൈസ് നോട്ടീസ് പെർസെന്റേജ് എ. പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റൈസ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രിന്റ് ഓഫ് ആണല്ലോ, അങ്ങനെ പ്രിന്റ് ചെയ്യാനുള്ള കണ്ടന്റ് ആണ് റൈസ് നോട്ടീസ് അല്ലെ. സി പ്രോഗ്രാമിലൊക്കെ പെർസെന്റേജ് കൊടുക്കാറുണ്ട്, ഇവിടെ പെർസെന്റേജ് മാത്രം മതി, ഡി വേണ്ട. ഇന്റിജർ വാല്യൂ ആണല്ലോ, ഇന്റിജർ ആണെങ്കിലും ഡി കൊടുക്കേണ്ട ആവശ്യമില്ല, പെർസെന്റേജ് മതി. അതിനുശേഷം കോമ കൊടുത്തിട്ട് എ കൊടുത്തു കഴിഞ്ഞാൽ എയിലുള്ള വാല്യൂ എന്താണോ അത് ഇവിടെ പ്രിന്റ് ചെയ്യും. ഫസ്റ്റ് എയിലുള്ള വാല്യൂ എന്തായിരുന്നു 0 ആയിരുന്നു അല്ലെ, അപ്പോൾ 0 പ്രിന്റ് ചെയ്ത് വരും. then അതിനുശേഷം സി ഈക്വൽ ടു എ പ്ലസ് ബി. സി എന്ന് പറഞ്ഞാൽ ഈ ഒരു സി എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും 1 തന്നെ കിട്ടും. ദെൻ ബിയിലെ വാല്യൂ എക്ക് അസൈൻ ചെയ്യും, സിയുടെ വാല്യൂ ബിയിൽ അസൈൻ ചെയ്യും. ശേഷം ലൂപ്പ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. നെക്സ്റ്റ് കേസിൽ വരുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു കേസ് അതായത് എന്റെ കേസ് എന്തായാലും ഇവിടെ പ്രിന്റ് ചെയ്ത് വരും. എന്റെ ബി എന്നുള്ള വാല്യൂ ആർക്ക് അസൈൻ ചെയ്തു, എക്ക് അസൈൻ ചെയ്തു അല്ലെ. അതുകൊണ്ട് എന്റെ വാല്യൂ വീണ്ടും മാറി, 0 ചെയ്ത് 1 ആയി മാറി. അപ്പൊ 0യും 1ഉം പ്രിന്റ് ചെയ്തു. അതിനുശേഷം ആഡ് ചെയ്ത് വരും, 1ഉം 1ഉം വരുമ്പോൾ 2 ആഡ് ചെയ്യും, 2 പ്രിന്റ് ചെയ്ത് വരും. ദെൻ 1ഉം 2 ആഡ് ചെയ്യുമ്പോൾ 3 പ്രിന്റ് ചെയ്യും. അങ്ങനെ ആ സീരീസ് പ്രിന്റ് ചെയ്ത് വരും. ഏതുവരെ പോകും, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ വരെ പോകും. ഓക്കെ, ഇതാണ് ആ പ്രോഗ്രാം. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് എന്ത് ചെയ്യാം, സേവ് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്ത് കണ്ടോ, താഴെ ക്രിയേറ്റ് ഫംഗ്ഷൻ കണ്ടുണ്ടോ, ഇവിടെ ക്രിയേറ്റ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ക്രിയേറ്റ് ആയി. ഇത് ഫംഗ്ഷനാ ഫിബോ എന്ന ഫംഗ്ഷൻ ക്രിയേറ്റ്. എന്തെങ്കിലും എറർ ഇവിടെ കാണിക്കൂട്ടോ, ഫംഗ്ഷൻ ക്രിയേറ്റ് ആയി, ഈ ഒരു മെസ്സേജ് ഇവിടെ കിട്ടില്ല. സോ ക്രിയേറ്റ് ഫംഗ്ഷൻ ക്രിയേറ്റ് ആയി. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് വിചാരിക്കാം, ഇത് ക്രിയേറ്റ് ആവില്ല. അപ്പൊ രണ്ടാമത് നമ്മൾ ഇതൊക്കെ വീണ്ടും ടൈപ്പ് ചെയ്യണം. അതിന് പകരം നമ്മൾ എഡിറ്ററിൽ യൂസ് ചെയ്തിട്ട് എഡിറ്ററിൽ ചെയ്യാം, എന്നിട്ട് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ക്രിയേറ്റ് ആയത് ഫംഗ്ഷൻ ക്രിയേറ്റ് ആയി. ഇനി റൺ ചെയ്ത് നോക്കണ്ടേ, എങ്ങനെ റൺ ചെയ്യാം, സെലക്ട് ഫിബോ ഇൻ ബ്രാക്കറ്റ്, ആ വാല്യൂ കൊടുക്കുക. ഏതാ വാല്യൂ, ഒരു നമ്പർ പാസ് ചെയ്യണല്ലോ, 15 കൊടുത്തു. 15 എന്ന നമ്പർ വരെയുള്ള ഫിബൊനാച്ചി സീരീസ് പ്രിന്റ് ചെയ്യാൻ വരെ പറയാം. കണ്ടോ, പ്രിന്റ് ചെയ്തു 0 1 1 2 3 5 8 13. 13 കഴിഞ്ഞാൽ പിന്നെ 8ഉം 13 ഇങ്ങനെ 21 വരിക. അത് 15നേക്കാൾ ഗ്രേറ്റർ ആണ് അല്ലേ, അതുകൊണ്ട് അത് വരെയുള്ളൂ പ്രിന്റ് ചെയ്ത് വന്നത്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. 15 പകരം നമുക്കൊരു വാല്യൂ മാറ്റാം, 100 കൊടുക്കാം. കേട്ടോ, 18 വരെ പ്രിന്റ് ചെയ്തു. നമുക്ക് ഈ വാല്യൂ ഇങ്ങനെ ഇന്റിജർ വാല്യൂ അല്ലേ, അത് എത്രയും കൊടുക്കാം, 32,000 സംതിങ്. ഓക്കെ, 2000 കൊടുക്കാം. കണ്ടാ 2000 വരെയല്ലേ കംപ്ലീറ്റ് വാല്യൂ. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് പ്രോഗ്രാമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.